പുരുഷനുമുണ്ട് കഥ പറയാൻ എന്നെപ്പോഴും എഴുതുന്നതല്ലാതെ പുരുഷൻ്റേതായിട്ടുള്ള കഥകൾ അതല്ല, കഥയല്ലത് ജീവിതം അധികം ആരും ചർച്ച ചെയ്യാറില്ല. ഞാൻ 2-3 ഇൻസിഡൻസ് എൻ്റെ 25 വർഷത്തെ കൗൺസിലിംഗ് അനുഭവത്തിലൂടെ വന്ന 2-3 ഇൻസിഡൻസ് ഒന്ന് പറയട്ടെ. ഈ ഈ കൗൺസിലിംഗ് സെഷനിൽ ഞാൻ വെറും ഒരു കേൾവിക്കാരി മാത്രമായിരുന്നു. അയാൾ പറഞ്ഞത് അയാളുടെ ഭാര്യയും അയാളുടെ സ്വന്തം അനിയനുമായിട്ട് വിവാഹിത ഒരു എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ബന്ധമുണ്ടെന്ന് അയാൾ അടുത്തിടെ അറിയാനിടയായി. അപ്പം അനിയനോ ഭാര്യയ്ക്കോ ഇയാളിത് അറിഞ്ഞു എന്നുള്ളത് അറിയില്ല. മകളുടെ 10ാം ക്ലാസ്സാണ്. അപ്പോൾ അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, പങ്കാളി ചതിച്ചാൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ അനിയൻ, ഞാൻ അവനെ അനിയനായിട്ടല്ല മകനായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു സഹോദര ബന്ധമല്ല, അതിൽ കൂടുതലൊരു സൗഹൃദമാണ്. പങ്കാളി ചതിച്ചാൽ സഹിക്കും, പക്ഷേ സ്വന്തം കൂടപ്പിറപ്പ് ചതിച്ചാൽ സഹിക്കാനാവില്ല. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയെന്നല്ലാതെ മറുപടി ഒന്നും തന്നെ അയാളെ സമാധാനിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പലപ്പോഴും കൗൺസിലേഴ്സിൻ്റെ റോൾ അത് തന്നെയാണ്, കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ പിന്നെ വന്നൊരു കേസ് എന്ന് വെച്ചാൽ, അത് നമ്മളുടെ ആ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ട്രാഫിക് സിനിമ എനിക്ക് ഓർമ്മ വരും. സുഹൃത്തുമായിട്ടാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതും പങ്കാളി ചതിച്ചാൽ പിന്നെയും സഹിക്കും, പക്ഷേ കൂടപ്പിറപ്പ് ചതിച്ചാൽ സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, പങ്കാളി ചതിച്ചാൽ സഹിക്കാം, പക്ഷേ സുഹൃത്ത് ചതിച്ചാൽ സഹിക്കാനാവില്ല. എന്തോരം കോംപ്ലിക്കേഷൻസ് ആണല്ലേ ഓരോ മനുഷ്യനും ഓരോ നിമിഷവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സുഹൃത്ത് എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ചു അയാളോട്, എങ്ങനെയാണ് നിങ്ങൾ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണോ? അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഈ മനുഷ്യൻ ഒന്നെങ്കിൽ ഈ മനുഷ്യൻ ബോധമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ പറയുന്നത് അയാളുടെ ഭാര്യയുടെ സുഹൃത്തിൻ്റെ കസിനാണ്. പെട്ടെന്നൊരു ദിവസം ഒരു സൗഹൃദമായിട്ട് അവരുടെ ഇടയിലോട്ട് വരികയാണ്. സുഹൃത്തിൻ്റെ കസിനാണ്, എന്തോ ഒരു ബിസിനസ് ആവശ്യം എന്നും പറഞ്ഞുകൊണ്ട് കൂടി പിന്നെ പുള്ളിയുടെ തന്നെ ഇനിഷ്യേറ്റീവിൽ ഒരു വലിയ സൗഹൃദമാക്കി മാറ്റുന്നു. അനാവശ്യമായിട്ടുള്ള എന്താ പറയുക, പല ആവശ്യമുള്ള സഹായങ്ങളും അനാവശ്യമായ സഹായങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ആയിട്ടൊരു നല്ല ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, പണ്ടത്തെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണോ ഇതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ ആ സുഹൃത്തിനെ അതിഭീകരമായി സ്നേഹിച്ചു, കുറച്ച് കാലത്തിനുള്ളിൽ ഭയങ്കരമായും സ്നേഹിച്ചു, ഒരുപാട് ട്രസ്റ്റ് ചെയ്തു. അപ്പം ഭാര്യ ഇങ്ങനെ എന്നെ ചതിച്ചതിലും സത്യം പറഞ്ഞാൽ സൗഹൃദത്തിൻ്റെ വേഷം എടുത്ത് മുഖംമൂടിയായിട്ടിട്ടിട്ട് എന്നെ സുഹൃത്തായിട്ട് എന്നെ ചതിച്ചത് എന്നെക്കൊണ്ട് ഭയങ്കരമായിട്ടും എന്താ പറയുക, താങ്ങാൻ പറ്റുന്നില്ല, പെയിൻഫുള്ളാണ്. വേറൊരു കേസ് ഞാൻ ഓർക്കും, ഈ ചതിയുടെ കാര്യങ്ങൾ പറയുമ്പോഴേ. ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു അനിയത്തിയുടെ ഹസ്ബൻഡ് 3 പേരും കൂടെ വന്നു. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു അപകടത്തിൽ മരിച്ചു. പിന്നെ അവർക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ ഈ അനിയത്തി ഒരുപാട് ശ്രമിച്ചിട്ടും ചേച്ചി സമ്മതിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു ബന്ധം വന്നിരിക്കുകയാണ്, അത് അവരുടെ ഒരു റിലേറ്റീവും കൂടാണ്. അപ്പോൾ അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട് ഈ ചേച്ചി ഒന്ന് സെറ്റിൽഡ് ആവണം എന്ന്. അവർക്ക് കുട്ടികളൊന്നുമില്ല എന്ന്. അപ്പം ചേച്ചി ഇങ്ങനെ പറയുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അനിയത്തി, അങ്ങനല്ല മാഡം, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അമ്മയ്ക്ക് ഇത്രയും അസുഖങ്ങളൊക്കെ ഇട്ടിരിക്കും, അമ്മയ്ക്ക് ഇവളൊന്ന് സെറ്റിൽഡ് ആയാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടൂ, ഞാനൊക്കെ ജോലിയുള്ളതാ എത്രയെന്നും പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഈ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇടപെടൽ സത്യത്തിൽ അവിടെ ആവശ്യമില്ല. പക്ഷെ പുള്ളി അനാവശ്യമായിട്ട് ഇടപെട്ട്, ആവശ്യമില്ലാത്തവരെ കൊണ്ട് എന്തിനാണ് ഈ കല്യാണത്തിന്, അവർക്ക് താല്പര്യം പിന്നെ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ 2-3 ഇടപെടലിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ ചേച്ചി കല്യാണം കഴിക്കണമെന്നോട് ഇദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ലാന്ന്. അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ ചകഞ്ഞ് നമ്മൾ ഒരുപാട് പോകേണ്ട കാര്യമില്ല. എന്നിട്ട് ഇവർ ഇറങ്ങി ഒരുവിധം പാതി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലവട്ടം അനിയത്തി പുറത്തിരുന്നു, ഈ ചേച്ചി മാത്രം വന്നു, അങ്ങനെ സംസാരിച്ച് സത്യത്തിൽ ഈ അനിയത്തിയുടെ ഭർത്താവ് എന്തിനാണ് വന്നതെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ബലം പ്രയോഗിച്ച് വന്നതാവാനാണ് സാധ്യത. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് അനിയത്തി എന്നോട് പറഞ്ഞു,
ഞാൻ പറയാതെ തന്നെ മാഡത്തിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് എൻ്റെ ജീവിതവും കളയാതെ നോക്കണം, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും സുഹൃത്ത്, സഹോദരർ, ഇങ്ങനെയുള്ളവർ. അപ്പം ഇതിനകത്തിൽ ചേച്ചിക്ക് പങ്കില്ല എന്ന് അനിയത്തി വിശ്വസിക്കുന്നുണ്ടെങ്കിലും എനിക്കതിൽ പല പല ഡൗട്ട്സ് തോന്നി. കാരണം ചേച്ചി എല്ലാ കാര്യത്തിനും ഹെൽപ്പിനെ വിളിക്കുന്നത് ഇദ്ദേഹത്തിനെയാണ്, ഈ അനിയത്തിയുടെ ഹസ്ബൻഡിനെയാണ്. ഒരു നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടോ ഒക്കെ മനസ്സിലാവാൻ പറ്റും ഒരു സ്ത്രീക്ക്, അല്ലേ? അപ്പോൾ അനിയത്തി അങ്ങനെ ഒരു സംസാരം എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞു, മാഡത്തിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്, എനിക്ക് എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിപ്പിച്ച് വിടണം. ഇപ്പം വന്നത് ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വന്നതാണെന്ന്. സത്യത്തിൽ ചതി എന്ന് പറയുന്നത് ഒരു ശീലമാണ്. പക്ഷെ അതിൽ സുഹൃത്ത് ചതിച്ചാൽ പൊറുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് സഹോദരങ്ങൾ. വേറെ ആര് പുറത്തുനിന്ന് ഒന്ന് ചതിക്കുന്നേ പോരല്ല, സ്വന്തം കൂടപ്പിറപ്പ് ചതിച്ചാൽ അത് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല.